നമസ്കാരം, ലൈവ് അപ്ഡേറ്റ് ആണ്. ലൈവിൽ ഈ ജിസേൽ ഇപ്പോഴും മേക്കപ്പ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് ആദിലയും നൂറയും അനുമോളും കൂടെ ക്യാപ്റ്റനായിട്ടുള്ള ഷാനവാസിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്. എവിടെയോ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ജിസേൽ അത് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും, നല്ല പിങ്ക് കളറിൽ കവളത്തുണ്ട്. അതുപോലെ തന്നെ ജിസേലിൻ്റെ കൈയും പിങ്ക് കളറിലിരിക്കുന്നത് കാണാമെന്ന് ആദില പറയുന്നു. അപ്പോൾ ബ്രേസ്ലെറ്റും അതുപോലുള്ള സാധനങ്ങളും തിരിച്ചു കൊടുക്കണം എന്നുള്ളത് ബിഗ് ബോസ് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ജിസേൽ അതിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഈ ഷാനവാസ് പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യേ, എല്ലാവരും കൂടെ ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഈ വിഷയം നിങ്ങൾ എടുത്തിട്ട് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തോളാന്ന്. പല തവണകളായിട്ട് ആവർത്തിച്ച് ജിസേൽ വാണിംഗ് കൊടുത്തിട്ടും ജിസേൽ ഇപ്പോഴും അതേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ആദ്യം ഞാൻ വിചാരിച്ചു ഇതൊരു ശീലത്തിൻ്റെ ഭാഗമായതുകൊണ്ട്, പ്രത്യേകിച്ച് ജിസേൽ ഒരു മോഡലും കൂടെയാണ്, അപ്പോൾ ഇതൊരു ശീലത്തിൻ്റെ ഭാഗമായിരിക്കും, അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അത് നിർത്താൻ പറ്റാത്തതെന്ന്. പക്ഷേ പലതവണ വാണിംഗ് കൊടുത്തിട്ടും മറ്റുള്ളവർക്കെല്ലാം ബാധകമായിട്ടുള്ളൊരു നിയമം ജിസേലിന് മാത്രം ബാധകമല്ല എന്ന് പറയുകയും ജിസേൽ നിരന്തരം ഈ റൂൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. പിന്നെ അത്തരത്തിൽ എന്തെങ്കിലും ഈ മേക്കപ്പ് സാധനങ്ങളോട് പിന്നെ അമിതമായിട്ടുള്ള ആസക്തിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ BB ടീമിന് അത് മനസ്സിലാകുന്ന കാര്യമാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കുമല്ലോ ഇവരുടെ അങ്ങനെയൊക്കെയുള്ള ഡിസ്കഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കുമല്ലോ ഇവരെ ഹൗസിൻ്റെ ഉള്ളിലേക്ക് വിടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ജിസേൽ ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ നിരന്തരം റൂൾ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കിനും അവിടെ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണോ എന്നുള്ളത് അറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ട് എത്ര നാൾ പോകാൻ പറ്റും? ഇപ്പോൾ ഒരാൾക്ക് മാത്രം ഒരു പ്രത്യേകത കൊടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റെഡ് കാർഡ് കിട്ടി പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മോർണിംഗ് ആക്ടിവിറ്റി കൊടുക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും പ്രേക്ഷകൻ്റെ സൈഡിൽ നിന്നിട്ട്, ഒരു പ്രേക്ഷകനായിട്ട് നിന്നിട്ട് ഇവിടെ സേഫ് ഗെയിം കളിക്കുന്നവർ, മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കി മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നയാൾ, നന്നായിട്ട് ഗെയിം കളിക്കുന്നയാൾ, ഇങ്ങനെ 3 പേരുടെ പേര് പറയുക. 18 പേർക്കും ഇവിടെ പ്രശ്നക്കാരൻ എന്നുള്ള നിലയ്ക്ക് അനീഷിൻ്റെ പേരാണ് പറയുന്നത്. ബാക്കി 2 ഓപ്ഷൻസ് ആണ് അവർക്ക് മാറി മാറി വരുന്നത്. ആദ്യം ഷാനവാസാണ് വരുന്നത്. ഷാനവാസ് വന്നിട്ട് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്നത് അനീഷ്. അപ്പോൾ അനീഷ് അവിടെ ഇരുന്ന് പറയുന്നു, ഞാൻ ഒരിക്കലും മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ഒച്ച എടുക്കുന്നു, അങ്ങനെ അത് നിർത്തുന്നു. ഇവിടെ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്നത് അനീഷാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ പറഞ്ഞ് ഇപ്പം കിച്ചൺ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്, അവിടെയും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വന്ന ദിവസം തൊട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അനീഷാണ് എന്ന് ഷാനവാസ് പറയുന്നു. സേഫ് ഗെയിം കളിക്കുന്നത് ബിന്നിയാണ്. നന്നായിട്ട് ഗെയിം കളിക്കുന്നു എന്ന് തോന്നിയത് അക്ബറിനെയാണ്. അക്ബർ നല്ല മൈൻഡ് ഗെയിം കളിക്കുന്നുണ്ട്, എന്നെ പുറത്താക്കാനായിട്ട് ഉള്ള മൈൻഡ് ഗെയിമൊക്കെ അക്ബർ ഇവിടെ കളിക്കുന്നുണ്ട് എന്ന് ഷാനവാസ് പറയുന്നു. രണ്ടാമത് വന്നിട്ടുള്ളത് ശരത്താണ്. ശരത്ത് പറയുന്നു, സീസൺ 7 ആരംഭിച്ചത് മുതൽ ഇന്ന് വരെ ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് അനീഷാണ്. അവനെ പറ്റിയുള്ള കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ 7 അവസാനിച്ചാലും തീരില്ല, അത്രത്തോളം ഉണ്ട്. ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. പിന്നെ സേഫ് ഗെയിം കളിക്കുന്നത് ശരത്ത് പറയുന്നത് ശാരികയാണ്. അവിടെ ഇവിടെയും പോയിട്ട് ഓരോന്നൊക്കെ സംസാരിക്കുന്നുണ്ട്, നല്ല ഗെയിമർ ആവാനായിട്ടൊക്കെ പറ്റിയ ആളാണ്, പക്ഷേ എല്ലാ കാര്യത്തിലും ഇടപെടുന്നില്ല. നല്ല ഗെയിമറായിട്ട് തോന്നിയിട്ടുള്ളത് അക്ബറിനെയാണ്. തന്നിരിക്കുന്ന ഓരോ ഗെയിമിലും ടോപ്പായിട്ട് കളിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത് വരുന്നത് അനീഷാണ്. അനീഷ് പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരേ ഒരു കണ്ടസ്റ്റൻറ്റ് ഷാനവാസാണ്. പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്താണ് ഷാനവാസ് മുന്നോട്ട് പോകുന്നത്. സേഫ് ഗെയിം കളിക്കുന്നത് ശൈത്യയാണ്. കാര്യങ്ങൾ പറയുന്നതിൽ വ്യക്തതയില്ല, അത് ഓരോരുത്തരോടും പറയുമ്പോഴത്തേക്കിനും അതിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നല്ല ഗെയിമറായിട്ട് അനീഷ് പറയുന്നത് ജിസേലിനെയാണ്. എങ്ങനെയൊക്കെ നിൽക്കണം, എങ്ങനെയൊക്കെ ശ്രദ്ധ പിടിച്ച് പറ്റാം എന്നൊക്കെ ജിസേലിന് നന്നായിട്ട് അറിയാം. പോരാത്തതിന് ഒരു എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് കൂടിയാണ് ജിസേൽ. അതുകൊണ്ട് എങ്ങനെ ഗെയിം കളിക്കണമെന്നുള്ളത് ജിസേലിന് അറിയാമെന്ന് അനീഷ് പറയുന്നു. പിന്നീട് വരുന്നത് ശാരികയാണ്. ശാരികയും പ്രശ്നക്കാരനായിട്ട് അനീഷിനെ പറയുന്നു. സേഫ് ഗെയിം കളിക്കുന്നത് അനുമോളിനെയാണ് പറയുന്നത്. അനുമോൾ ഇവിടെ ആരെയും വിഷമിപ്പിക്കാതെ, പ്രശ്നങ്ങളിലൊന്നും ഇടപെടാണ്ട്, ചില പ്രശ്നങ്ങൾ അനുമോൾക്ക് തുറന്നു പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ പറയാൻ പറ്റുന്ന വിഷയങ്ങളൊക്കെ അനുമോളുടെ മുന്നിൽ നടന്നിട്ട് പോലും അനുമോൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാതിരുന്നു എന്നുള്ളതാണ്. നല്ല ഗെയിമറായിട്ട് ശാരികയ്ക്ക് തോന്നുന്നത് ബിന്നിനെയാണ്. ബിന്നിയുടേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ട്. എല്ലാവരുമായിട്ടും കണക്ഷൻ ഉണ്ടെങ്കിലും എല്ലാവരോടും ഒരേപോലെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയും എന്നുള്ളതാണ് ശാരിക പറയുന്നത്. പിന്നീട് വരുന്നത് ബിൻസിയാണ്. ബിൻസിക്കും പ്രശ്നക്കാരൻ അനീഷാണ്. ഇവിടെ എന്ത് പോസിറ്റീവായിട്ടുള്ള കാര്യം ഉണ്ടായാലും അയാൾ അതൊക്കെ വന്ന് നെഗറ്റീവ് ആക്കും. ഒരു മോശം ക്യാരക്ടറാണ്. 2 ക്യാരക്ടറായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നു. സേഫ് ഗെയിമായിട്ട് നിൽക്കുന്നത് അനുമോളാണ്. പറയേണ്ട കാര്യമൊന്നും ആരുടെയും മുഖത്ത് നോക്കി പറയില്ല എന്ന് പറയുന്നു. നല്ല ഗെയിമറായിട്ട്
ബിൻസിക്ക് തോന്നുന്നത് ശരത്തിനെയാണ്. 100% എഫേർട്ട് എടുക്കും, എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ പഠിച്ചിട്ടാണ് ശരത്ത് ചെയ്യുന്നതെന്നാണ് ബിൻസി പറയുന്നത്. പിന്നീട് വരുന്നത് അഭിലാഷാണ്. അഭിലാഷിനും പ്രശ്നക്കാരൻ അനീഷ് തന്നെ ടാർഗറ്റ് ചെയ്ത് ഇവിടെ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. സേഫ് ഗെയിം കളിക്കുന്നത് അഭിലാഷ് പറയുന്നത് ഇവിടെ ഇൻ്റർവ്യൂവിന് വന്ന സമയത്ത് ഗ്രൂപ്പ് കളി പ്രോത്സാഹിപ്പിക്കില്ല എന്നും പറഞ്ഞിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് വന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞ സമയത്ത് ചിലപ്പോഴൊക്കെ ഞാനും ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ സേഫ് ഗെയിം കളിക്കുന്നത്, ഗ്രൂപ്പ് കളിച്ച് അവസാനം വരെ എത്താമെന്നും പറഞ്ഞ് സേഫായിട്ട് ഗെയിം കളിക്കുന്നത് അക്ബറും ശരത്തുമാണ് എന്ന് അഭിലാഷ് പറയുന്നു. അതുപോലെ അവിടെ നല്ല ഗെയിമറായിട്ട് അഭിലാഷിന് തോന്നുന്നത് ജിസേലിനെയാണ്. മലയാളം നന്നായിട്ട് അറിയില്ലെങ്കിലും പറയേണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അവൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണെന്നും അഭിലാഷ് പറയുന്നു. പിന്നീട് വരുന്നത് അക്ബറാണ്. പ്രശ്നക്കാരൻ അനീഷ് തന്നെ. പറയാനാണെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ടാവും. രാവിലെ വന്നിട്ട് ഗുഡ് മോർണിംഗ് പറയുന്നു, പിന്നെ നമ്മളെല്ലാവരും മലയാളത്തെ അപമാനിക്കുന്നു എന്ന് പറയുന്നു, അനീഷിൻ്റെ നാടിനെ നമ്മളെല്ലാവരും കൂടെ അപമാനിക്കുന്നു എന്നുള്ളത് പറഞ്ഞുണ്ടാക്കുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിലും വന്ന ദിവസം തൊട്ട് ഇപ്പോൾ വരെ പ്രശ്നം ഉണ്ടാക്കുന്നത് അനീഷാണ്. സേഫായിട്ട് ഗെയിം കളിക്കുന്നത് നെവിനാണ്. നെവിൻ കുറച്ചും കൂടെ സീരിയസ്നെസ് കാണിക്കണം, എല്ലാം ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയ്ക്കാണ് നെവിൻ കാണിക്കുന്നതെന്ന് പറയുന്നു. നല്ല ഗെയിമറായിട്ട് അക്ബറിന് തോന്നുന്നത് അപ്പാനി ശരത്തിനെയാണ്. ശരത്ത് ഇവിടെ ഇടപെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെലവൻ്റ് ആണ്. അങ്ങനെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ശരത്ത് ഇതുവരെ ഇടപെട്ടിട്ടുള്ളത്. ടാസ്കുകൾ നന്നായിട്ട് ചെയ്യാൻ പറ്റാത്തതിൽ ശരത്തിന് നല്ല സങ്കടമുണ്ട്. എപ്പോഴും നന്നായിട്ട് ടാസ്ക് ചെയ്യണം, ക്യാപ്റ്റൻ ആവണം എന്നൊക്കെ ശരത്ത് പറയും എന്നുള്ളത് അക്ബർ പറയുന്നു. അതിനുശേഷം നെവിനാണ് വരുന്നത്. നെവിൻ പ്രശ്നക്കാരനായിട്ട് അനീഷിനെയാണ് പറയുന്നത്. ഇവിടെ വന്ന സമയത്ത് ഈ ബിഗ് ബോസ് തരുന്ന 7ൻ്റെ പണിയൊന്നുമല്ല പണികൾ, ഇവിടുത്തെ ടാസ്കുകളൊന്നും ഒരു പണിയായിട്ടേ തോന്നിയിട്ടില്ല. പകരം അനീഷിനെ ഇവിടെ എടുത്തിട്ടുള്ളതാണ് ഞങ്ങൾക്കിട്ട് തന്നൊരു പണിയെന്ന് നെവിൻ പറയുന്നു. അതിൻ്റെ കൂടെ ഇവിടെ സിറ്റീനെ കുറ്റം പറയുന്നു. അപ്പം അനീഷ് പറയുന്നു, ഞാൻ പറയാത്ത കാര്യം പറയരുത്, ഞാൻ സിറ്റീനെ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ എൻ്റെ നാട് വളരെ നല്ല നാടാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നു. അതേപോലെ സേഫ് ഗെയിം കളിക്കുന്നു എന്ന് നെവിന് തോന്നിയിട്ടുള്ളത് അനുമോളിനെയാണ്. അപ്പം അനുമോളോട് പറയുന്നു, ഇവിടെ നന്മ മരം പൂത്തുലഞ്ഞു നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല, പറയേണ്ട കാര്യങ്ങൾ എല്ലാവരുടെയും മുഖത്ത് നോക്കിയിട്ടൊക്കെ പറയണമെന്ന് നെവിൻ പറയുന്നു. നല്ല ഗെയിമറായിട്ട് നെവിന് തോന്നിയിട്ടുള്ളത് ജിസേലിനെയാണ്. പിന്നീട് വരുന്നത് ആദിലയും നൂറയാണ്. അവർക്കും പ്രശ്നക്കാരൻ അനീഷ് തന്നെയാണ്. അവർ പറയുന്നത് ആരുടെയും പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കാതെ അങ്ങോട്ട് കയറിയിട്ട് അഭിപ്രായം പറയും, പിന്നെ നല്ലൊരു ഗെയിമറും കൂടിയാണ്, പക്ഷെ തെറ്റ് മനസ്സിലാക്കില്ല എന്നും പറയുന്നു. സേഫ് ഗെയിമായിട്ട് അവർക്ക് തോന്നിയിട്ടുള്ളത് നെവിനെയാണ്. എപ്പോഴും എന്തെങ്കിലും സീരിയസ് കാര്യം പറഞ്ഞാലും നെവിൻ അത് സീരിയസ് ആക്കിയിട്ടൊന്നും എടുക്കത്തില്ല, എപ്പോഴും ഒരു എൻ്റർടൈനർ ആണ് എന്നുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. നല്ല ഗെയിമായിട്ട് ആദിലയ്ക്കും നൂറയ്ക്കും തോന്നുന്നത് ശരത്തിനെയാണ്. എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നറിയാം, ആരോട് എന്ത് എങ്ങനെ സംസാരിക്കണമെന്നറിയാം. അനീഷ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളായിട്ടും കൂടി ശരത്ത് അനീഷിന് വേണ്ടിയിട്ട് ടാസ്ക് കളിച്ചു. അപ്പോൾ ആ ടാസ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തതിൽ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഒരു നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദിലയും നൂറയും പറയുന്നു. പിന്നീട് റെനയാണ് വരുന്നത്. റെനയ്ക്കും പ്രശ്നക്കാരൻ അനീഷാണ്. റീസൺ പറയുന്നത് എല്ലാവരും എഗെയിൻസ്റ്റ് നിൽക്കുന്ന ഒരു കാര്യത്തിൽ അഭിപ്രായം പറയും. അതുപോലെ തന്നെ റാങ്കിങ് ടാസ്കിൽ പണിപ്പുരയിലേക്ക് കയറാൻ പറ്റാതെ ടാസ്ക് റദ്ദാക്കിയത് അനീഷേട്ടൻ മാത്രം കാരണമാണ്. സേഫ് ഗെയിമായിട്ട് റെനയ്ക്ക് തോന്നുന്നത് അനുമോളയാണ്. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് നിൽക്കാനുള്ളൊരു നിൽക്കുന്നത് പോലെയാണ് റെനയ്ക്ക് തോന്നിയിട്ടുള്ളത്. നല്ല ഗെയിമറായിട്ട് റെനയ്ക്ക് തോന്നുന്നത് അക്ബറിനെയാണ്. നല്ലൊരു ഗെയിമറാണ്, ബ്രില്യൻ്റ് ആണ്, ഒരു ആൾ ഇൻ വൺ ആണ് എന്നൊക്കെ റെന പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബിന്നിയാണ്. ബിന്നി പ്രശ്നക്കാരൻ അനീഷ്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ പുള്ളിക്ക് അനാവശ്യം, നമുക്ക് അനാവശ്യമായിട്ട് തോന്നുന്നതൊക്കെ പുള്ളിക്ക് ആവശ്യമായിട്ട് തോന്നും. സേഫ് ഗെയിമായിട്ട് ബിന്നിക്ക് തോന്നുന്നത് അനുമോളയാണ്. ക്യൂട്ട്നെസ് ഒക്കെ ഉണ്ട്, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയേണ്ടതുപോലെ പറയുന്നില്ല. നല്ല ഗെയിമറായിട്ട് ബിന്നിക്ക് തോന്നുന്നത് ശരത്തിനെയാണ്. പറയേണ്ട സ്ഥലത്ത് എങ്ങനെ പറയണമെന്നുള്ളത് ശരത്തിനറിയാം, നന്നായിട്ട് ഗെയിം കളിക്കാൻ അറിയാം എന്നൊക്കെ ബിന്നി പറയുന്നു. പിന്നീട് വരുന്നത് ആര്യനാണ്. ആര്യന് സേഫ് ഗെയിം കളിക്കുന്നു എന്ന് തോന്നിയത് അനുമോളാണ്. നമ്മൾ വലിയൊരു കാര്യത്തിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കി ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ അനുമോൾ വന്നിട്ട് ചിരിച്ചിരിക്കും. അപ്പോൾ അത് ക്യൂട്ടായതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിൻ്റെ സീരിയസ്നെസ് അങ്ങ് പോവും. പ്രശ്നക്കാരനായിട്ട് ആര്യനും പറയുന്നത് അനീഷിനെയാണ്. നല്ല ഗെയിമറായിട്ട് ആര്യന് തോന്നുന്നത് ജിസേലിനെയാണ്. ഒരു ക്വാളിറ്റി ഗെയിമറാണ് ജിസേൽ എന്ന് ആര്യൻ പറയുന്നു. പിന്നീട് വരുന്നത് അനുമോളാണ്. അനുമോള് സേഫ് ഗെയിം കളിക്കുന്നത് നെവിനാണ് എന്നാണ് പറയുന്നത്. എന്നേലും കൂടുതൽ ക്യൂട്ട്നെസ് കാണിക്കുന്നത് ഇവിടെ നെവിനാണ് എന്ന് പറയുന്നു. ഒരു എൻ്റർടൈനർ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നുണ്ട്, ഒന്നും ഒരു സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്നും പറയുന്നു. ഇവിടെ ഒരു പ്രശ്നക്കാരനായിട്ട് അനുമോൾക്ക് തോന്നിയിട്ടുള്ളത് അനീഷിനെയാണ്. അതുപോലെ തന്നെ നല്ല ഗെയിമറായിട്ടും അനുമോൾക്ക് തോന്നിയിട്ടുള്ളത് അനീഷിനെ
അനീഷിനെ തന്നെയാണ്. പിന്നീട് വരുന്നത് ശൈത്യയാണ്. ശൈത്യയ്ക്കും പ്രശ്നക്കാരൻ അനീഷാണ്. ഈ ഫുഡ് കഴിക്കുമ്പോഴാണ് നമ്മൾ കുറച്ച് സമാധാനത്തിലിരുന്ന് കഴിക്കുന്നത്, അവിടെ പോലും പ്രശ്നം ഉണ്ടാക്കുന്നത് അനീഷാണെന്ന് പറയുന്നു. സേഫ് ഗെയിം കളിക്കുന്നു എന്ന് ശൈത്യയ്ക്ക് തോന്നുന്നത് നെവിനാണ്. നന്നായിട്ട് സംസാരിക്കാനൊക്കെയുള്ള കഴിവുണ്ട്, പക്ഷേ അവൻ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, നന്നായിട്ട് പ്രതികരിക്കാനൊക്കെ അറിയാം. പക്ഷേ എപ്പോഴും ഭയങ്കര തമാശയായിട്ട് എൻ്റർടൈൻമെൻ്റ് എന്നുള്ള രീതിയിൽ തന്നെ പോകുന്നു എന്ന് ശൈത്യ പറയുന്നു. നല്ല ഗെയിമറായിട്ട് ശൈത്യയ്ക്ക് തോന്നുന്നത് അഭിലാഷിനെയാണ്. നന്നായിട്ട് പെരുമാറാനും ഗെയിം കളിക്കാനും ഒക്കെ അറിയാമെന്ന് ശൈത്യ പറയുന്നു. പിന്നീട് രേണു വരുന്നു. രേണു പ്രശ്നക്കാരൻ അനീഷാണ്. രേണു പറയുന്നു അനീഷിൻ്റെ മൂഡിനനുസരിച്ചിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അനീഷിൻ്റെ മൂഡ് മോശമാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കും. എന്നാൽ നമ്മുടെ മൂഡ് മോശമാണേലും നല്ലതാണേലും അനീഷ് വന്ന് സംസാരിക്കുമ്പം നമ്മളും സംസാരിച്ചോണം. അതുപോലെ സേഫ് ഗെയിം കളിക്കുന്നത് നെവിനാണ്. അതിൽ രേണു പറയുന്നത് അവൻ എൻ്റർടൈൻമെൻ്റൊക്കെ കാണിച്ചാണ് നടക്കുന്നത്, പക്ഷെ അവൻ ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്കും കുറച്ച് ആടിയും പാടിയൊക്കെ നടക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നു. നല്ല പ്ലെയറായിട്ട് രേണുവിന് തോന്നിയിട്ടുള്ളത് ആദിലേനെയും നൂറേനെയാണ്. അവരോട് എന്ത് വിഷമം ഉണ്ടെങ്കിലും ചെന്ന് പറയാൻ പറ്റുന്നു എന്ന് പറയുന്നു. പിന്നീട് വരുന്നത് ജിസേലാണ്. ജിസേലും പ്രശ്നക്കാരനായിട്ട് പറയുന്നത് അനീഷിനെയാണ്. ചെറിയ വിഷയം പോലും വലുതാക്കി കാണിച്ച് അത് പൊട്ടിത്തെറിപ്പിക്കാനായിട്ട് അനീഷിന് പറ്റും. നിങ്ങൾക്ക് സ്നേഹിക്കാം, വെറുക്കാം, പക്ഷേ ഒഴിവാക്കാൻ കഴിയില്ല എന്ന് എല്ലാവരോടും ജിസേൽ പറയുന്നു. ജിസേലിന് സേഫ് ഗെയിം കളിക്കുന്നതായിട്ട് തോന്നിയത് അനിമോളിനെയാണ്. ക്യൂട്ട് ആയിട്ട് കാണിച്ച് എല്ലായിടത്തും പോയിട്ടൊക്കെ ഇങ്ങനെ ചിരിച്ച് കാണിച്ചിട്ടൊക്കെ നിൽക്കുന്നു എന്ന് പറയുന്നു. നല്ല ഗെയിമറായിട്ട് ജിസേലിന് തോന്നുന്നത് അക്ബറിനെയും ആര്യനെയാണ്. അടുത്തത് വരുന്നത് സരികയാണ്. സരികയ്ക്കും പ്രശ്നം അനീഷാണ്. ആദ്യത്തെ ദിവസം ഇവിടെ വന്ന സമയത്ത്, ആദ്യത്തെ ദിവസമായതുകൊണ്ട് നമ്മളൊക്കെ ആദ്യത്തെ ദിവസമെങ്കിലും സന്തോഷത്തോടെ നിൽക്കാനായിട്ട് നോക്കും. പക്ഷേ അന്ന് തന്നെ ഇവിടെ ഒരു കസേരയിട്ട് ഒരു സ്ഥലത്ത് മാറിയിരിക്കുകയാണ്. അവിടെ നിന്ന് മാറിയിരിക്കാൻ പറഞ്ഞിട്ട് പോലും കേട്ടിട്ടില്ല. അന്ന് തുടങ്ങിയ കട്ടകശിനിയാണ് എന്ന് സരിക പറയുന്നു. സേഫ് ഗെയിം കളിക്കുന്നതായിട്ട് സരികയ്ക്ക് തോന്നിയിട്ടുള്ളത് അനിമോളെയാണ്. നാളെ അവൾ എന്നെ ചീത്ത പറഞ്ഞാലും എനിക്ക് അവളോട് ദേഷ്യമൊന്നും തോന്നില്ല. അത്രയും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മുഖം ദൈവം അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അവൾ അത് ഉപയോഗിക്കുന്നുമുണ്ട് എന്ന് പറയുന്നു. നല്ല ഗെയിമറായിട്ട് സരികയ്ക്ക് തോന്നുന്നത് നെവിനെയും അഭിലാഷിനെയാണ്. എനിക്ക് വേണ്ടി ടാസ്ക് ചെയ്തതുകൊണ്ടൊന്നുമല്ല, പക്ഷേ ടാസ്കിൽ അവർ രണ്ടുപേരും പുലികളാണെന്ന് ഇന്നലെ അവർ തെളിയിച്ചിട്ടുണ്ട് എന്ന് സരിക പറയുന്നു. അവസാനം വരുന്നത് ഒണിയിലാണ്. ഒണിയിലും പ്രശ്നക്കാരനായിട്ട് പറയുന്നത് അനീഷിനെയാണ്. അപ്പോൾ രാവിലെ ജിസേൽ അനീഷ് ഒരു നാർസിസ്റ്റ് ആണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അനീഷ് അത് മാറ്റി പറഞ്ഞു, അങ്ങനെയല്ല, സെൽഫ് ലവ് ആണ് അതെന്ന്. എവിടെ ഒപ്പീനിയൻ പറയണ്ട എന്നുള്ളൊരു ഇതുണ്ട്, അത് അനീഷിനില്ല എന്ന് പറയുന്നു. സേഫ് ഗെയിം കളിക്കുന്നതായിട്ട് ഒണിയിലിന് തോന്നിയിട്ടുള്ളത് അനിമോളയാണ്. അനിമോള എപ്പോഴും ഒരു കുടുംബ പ്രേക്ഷകർ കാണുന്നതല്ലേ എന്ന് ചില കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. മലയാളി ഓഡിയൻസിനെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, അവർ കുറച്ചും കൂടെ പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ പരമ്പരാഗത രീതിയിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിക്കേണ്ട സമയമാണ് എന്നൊക്കെ അനിമോളെ പറ്റി പറയുന്നു. നല്ല ഗെയിമറായിട്ട് ഒണിയിലിന് തോന്നിയിട്ടുള്ളത് ജിസേലിനെയാണ്. ടാസ്ക് ആയാലും ഗെയിം ആയാലും ഇപ്പോൾ കുക്കിങ്ങിലായാലും ഒക്കെ ജിസേൽ മാക്സിമം നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ഒണിയിൽ പറയുന്നു. അപ്പോൾ ഇത്രയാണ് ലൈവിൽ നടന്നിട്ടുള്ളത്.